2024 കടന്നുപോയത് രാജ്യത്തെ വർഗീയ കലാപത്തിൽ സർവകാല റെക്കോർഡുമായി. കഴിഞ്ഞ വർഷം വർഗീയ കലാപം 84% വർദ്ധിച്ചതായി സെന്റർ ഫോർ സ്റ്റഡി ഓഫ് സൊസൈറ്റി ആൻഡ് സെക്യുലറിസം റിപ്പോർട്ട്. മുസ്ലിം ജനവിഭാഗത്തെ ലക്ഷ്യമിട്ടുള്ള കലാപമാണ് ഏറെയും നടന്നത്. മത ആഘോഷങ്ങൾക്ക് പിന്നാലെയാണ് വർഗീയ സാമുദായിക സംഘർഷങ്ങൾ ഏറെയും അരങ്ങേറിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2023 32 വർഗീയ സംഘർഷം നടന്ന സ്ഥാനത്ത് 59 കലാപങ്ങളാണ് കഴിഞ്ഞ വർഷം അരങ്ങേറിയത്. ഇതിൽ 49 കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലായിരുന്നു. വർഗീയ കലാപങ്ങളിൽ രാജ്യത്ത് 13 മരണങ്ങളുണ്ടായി. ഇതിൽ 10 പേർ മുസ്ലിങ്ങളായിരുന്നു. 3 ഹിന്ദുക്കളും വർഗീയ കലാപത്തിൽ കൊല്ലപ്പെട്ടതായി CSS റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ വർഷം 12 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട മഹാരാഷ്ട്രയാണ് മുൻപന്തിയിൽ. 7 കേസുകളുമായി ഉത്തർപ്രദേശും ബീഹാറും പിന്നാലെയുണ്ട്. കോൺഗ്രസ് സഖ്യ സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ 7ഉം തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്ന പശ്ചിമ ബംഗാളിൽ 3 കേസുകളും രജിസ്റ്റർ ചെയ്യപ്പെട്ടു. രാജ്യം വർഗീയ കലാപമുക്തമാണെന്ന കേന്ദ്ര സർക്കാർ വാദം നിലനിൽക്കെയാണ് കലാപം 84% വർദ്ധിച്ചത്. ദേശീയ മാധ്യമങ്ങളായ ദി ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ എക്സ്പ്രസ്, ഷാഫത്ത്, ദി ഇൻക്വിലാബ് തുടങ്ങിയവരുടെ റിപ്പോർട്ടാണ് CSS അടിസ്ഥാനമാക്കിയിരുന്നത്. മനുഷ്യാവകാശ പ്രവർത്തകരായ ഇർഫാൻ എഞ്ചിനീയർ, മിഥില റൌത്ത്, നേഹ് ദാബ്ഡെ എന്നിവരാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. മതപരമായ ആഘോഷവേളകളിലാണ് 26 കലാപങ്ങൾ നടന്നതെന്ന് പഠനം വ്യക്തമാക്കുന്നു. ജനുവരിയിലെ അയോധ്യ പ്രാണപ്രതിഷ്ഠ, ഫെബ്രുവരിയിൽ നടന്ന സരസ്വതി പൂജ, ഗണേശ ചതുർത്ഥി, ബക്രീദ് തുടങ്ങിയ ആഘോഷവേളകളിലാണ് ഏറിയ പങ്ക് കലാപവും നടന്നത്. ആരാധനാലയ തർക്കം വർഗീയ കലാപത്തിലേക്ക് നയിച്ച 6 കേസുകളും കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തിരുന്നു. മുസ്ലിം പള്ളികളിൽ ക്ഷേത്ര അവശിഷ്ടം കണ്ടെത്തിയെന്ന അവകാശവാദത്തിന് പിന്നാലെയാണ് ഇത്തരം കലാപങ്ങൾ അരങ്ങേറിയത്. വിദ്വേഷ പ്രസംഗം, ആൾക്കൂട്ട കൊലപാതകം, ഗോസംരക്ഷണ പ്രവർത്തകരുടെ അതിക്രമം എന്നിവയും വർഗീയ കലാപത്തിന് ആക്കം വർദ്ധിപ്പിച്ചുവെന്നും CSS റിപ്പോർട്ടിൽ പറയുന്നു. ക്രിസ്ത്യൻ, മറ്റ് മതന്യൂനപക്ഷങ്ങൾക്കെതിരെയും മുൻവർഷം റെക്കോർഡ് ആക്രമണം ഉണ്ടായതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു.